ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ യൂട്യൂബ് തുടങ്ങിയ മുതൽ തന്നെ എല്ലാവരും അല്ല, ഐ മീൻ കുറേ കമൻസ് ഉണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന് എത്തിയിട്ട്. അപ്പോൾ ഞാൻ ചെയ്യാൻ ഇവിടെ എത്തിട്ട് നിൽക്കുന്നത് എൻ്റെ വീടാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചെയ്യുമ്പോൾ, അതായത് അവിക്കാൻ്റെ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ ഞാൻ തന്നെ സെൽഫായി വീഡിയോ എടുക്കേണ്ടി വരും. കാരണം വേറെ ആരുമില്ല വീട്ടിൽ, ഞാനും ഉമ്മയും ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ആകുമ്പോൾ എനിക്ക് ഇതേപോലെ എടുത്തുതരാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ എടുക്കുന്നത് അമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനാണ് പ്ലാൻ. ഒരു നോർമൽ ഡേ ആണ്, എന്തൊക്കെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ ടൈം 9 മണി ആയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ലേറ്റായിട്ടാണ് എനിക്ക് വെച്ചിട്ട് ഉറങ്ങും. പിന്നെ ഉമ്മ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഉണർത്തലാണ് പതിവ്. അപ്പോൾ ഇന്ന് ഉണർത്തിയിട്ടൊന്നുമില്ല. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനുള്ള ആകാംക്ഷ കൊണ്ട് 9 മണിക്ക് നീച്ചതാണ്. അപ്പോൾ സാധാരണ എണീറ്റിട്ട് ഞാൻ ഒരു അരമണിക്കൂറോളം പല്ലും കൂടി തേക്കാത്ത ഫോണിൽ കളിച്ച് കിടക്കലാണ് പതിവ്. ഫോണിലിങ്ങനെ നോക്കി ജസ്റ്റ് വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഒന്ന് നോക്കി അങ്ങനെ ബെഡിൽ നിന്ന് എണീക്കലുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ വീഡിയോ ഷൂട്ടിങ് എൻ്റെ ഫോണിലാണ്. അതുകൊണ്ട് ഇന്ന് ആ കലാപരിപാടി ഇല്ല. നേരെ ഇനി പല്ലേക്കാൻ പോവാണ്. എസാപ്പി വാ. എസാപ്പി വീഡിയോ എടുക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട്. സാധാരണ ഡ്രസ്സൊന്നും ഇടാറില്ല. അതേപോലെ ഞാനും ഈ ഷോളൊന്നും വീട്ടിൽ നിന്ന് നമ്മൾ ഷോളൊന്നും ഇടുമല്ലോ. പക്ഷേ നമ്മൾ വീഡിയോയിൽ അങ്ങനെ വരാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഷോളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് പല്ലേക്കാം. നെക്സ്റ്റ് ഞാൻ ഈ ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വെക്കണം. സാധാരണ ചെയ്യാറില്ല, എന്നാലും ഇന്ന് വീഡിയോ എടുക്കൽ എഴുതിയിട്ട് അല്ലെങ്കിൽ ഉമ്മാരെ ചീത്തട്ടും വീഡിയോയിൽ അങ്ങനെ ഇങ്ങനെയും കടന്നു എന്നൊക്കെ വന്നിട്ട്, അതുകൊണ്ട് ഞാൻ ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വെക്കാണ്. ഇതാപ്പം ഇവിടെ കഷ്ടപ്പെട്ട് പല്ലേക്കണുണ്ട്. പല്ലേച്ച് കഴിഞ്ഞോ? ഞാൻ പല്ലേക്കട്ടെ നോട്ടെ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ പല്ലേക്കാൻ പോവാണ്. അത് അമ്മ അതവിടെ നിൽക്കണം. പല്ലേച്ചോ? അവിടെ പല്ലേച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ പല്ല് തേക്കാൻ പോവാണ്. ഒക്കെ അങ്ങനെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞു. ഇനി മുഖത്ത് ഈ വൃത്തിയേടൊക്കെ മാറാൻ വേണ്ടി ചെറുതായിട്ടൊരു കൺമഷി ലിപ്സ്റ്റിക് കൂടട്ടെ, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല വീഡിയോയിൽ എടുക്കാൻ. ഓക്കെ ഓക്കെ, അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ എസാപ്പിക്കൂരാണ് എനിക്ക് വീഡിയോ എടുക്കുന്നത് അല്ലേ? നിങ്ങൾ ചായ എടുക്കാൻ പോവാ? എന്നാ പോരും. അപ്പോൾ ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇന്നലെ തന്നെ അമ്മയുടെ പൂരി ഉണ്ടാക്കാൻ പറഞ്ഞു. എനിക്ക് പൂരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പൂരിയാണ് എന്ന് വിശ്വസിക്കുന്നു. പൂരി ആയിരിക്കും. എന്താ കടി? യെസ്, പൂരിയാണ് ഇന്ന് കടി. അതിന് മുന്നേ നിച്ചുവിനൊന്ന് പോയി നോക്കട്ടെ. അവന് ക്ലാസ്സിലാണ്, ഓൺലൈൻ ക്ലാസ്സിലാണ് ട്യൂഷന്. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് പോയി നോക്കട്ടെ. വീഡിയോയിലാണ്. ഇതാ എൻ്റെ ക്ലാസ്. ഇവിടെ ക്ലാസ് തുറക്കാണ്. യൂട്യൂബ് ഇവിടെ വന്ന ബേബിയാ, ഇവൻ ക്ലാസ് തുറക്കാട് ഇവിടെ യൂട്യൂബ് കണ്ടിരിക്കണേ. വന്ന ചാടിച്ചോ? ഓനെ ക്ലാസ് എന്ന് പറഞ്ഞാണ്ട് ഇവിടെ വീഡിയോ കോൾ അല്ല വീഡിയോ ഉണ്ട്. ചായ കൂടി കഴിഞ്ഞു. ഞാൻ 2 പൂരിയെ തിന്നുള്ളൂ. സാധാരണ ഞങ്ങൾ പൂരിക്ക് സ്റ്റൂ ആണ് ഉണ്ടാക്കല്, എനിക്കതാണ് ഇഷ്ടം. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പറയാണ്. മുകളിൽ ബേബി പോയി തല്ലൽ തുടങ്ങി. കൂടെ ക്ലാസ് കേൾക്കണില്ല എന്നിട്ട്. അപ്പോൾ ഉള്ളിയും തക്കാളി റോസ്റ്റാണ് ഉണ്ടാക്കിയത് ഇന്ന്. പക്ഷെ അതുകൊണ്ടായിരിക്കും വല്ലാതെ ഫ്ലോപ്പായി, വല്ലാതെ പോയില്ല. എനിക്ക് അമ്മ 10 അതെ, ഞാൻ പൂരി നല്ലോണം കഴിക്കലുണ്ട്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് 2 പോയുള്ളൂ. സാരല്ല, ഞാൻ ലഞ്ചിൽ പിടിച്ചോളാം അത്. ഓക്കെ, അവന് എൻ്റെത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, യസൻ്റെ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി ഞങ്ങൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഇവിടുത്തെ പണിയൊക്കെ കഴിയോളും. അതായത് ഇവിടുന്ന് ഞങ്ങൾ പണിയൊന്നും എടുക്കാറില്ല. അപ്പോൾ ഇവിടുന്ന് ഫുൾ ഫ്രീ ആണ്. ബേബിയാണ് ഒക്കെ എടുക്കൽ. അപ്പോൾ അങ്ങനെ തുടക്കലും അങ്ങനത്തെ പണിയൊക്കെ കഴിയോളം ഇരിക്കും. അതെ, പണി കഴിയോളം ഞങ്ങൾ അതെ, ബേബിൻ്റെ സ്ട്രിക്റ്റ് ഓർഡറാണ് തുടച്ചറിയാതെ ഇവിടെ ഇറങ്ങരുത് എന്നുള്ളത്. അപ്പം ഞങ്ങൾ ബെഡിൽ അങ്ങനെ ഇരുന്നിട്ട് ഫോണിലിങ്ങനെ നോക്കിയിരിക്കും. പിന്നെ തള്ളി മറിക്കും. പിന്നെ അതെ, ഇൻസ്റ്റാഗ്രാം തുറന്ന് ഓരോന്ന് കണ്ടുപിടിച്ച് ചിലപ്പോൾ കുറ്റം പറയും, ചിലപ്പോൾ നല്ലത് പറയും. അങ്ങനെ യമ്മി എന്നല്ല വേറെ നമുക്ക് പറയില്ലേ. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും. അതാണ് ഞങ്ങളുടെ അടുത്ത പരിപാടി. ഓക്കെ,
അതിന് കഴിഞ്ഞിട്ടില്ല. ഓളെ പൂരി തിന്നല് കഴിഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണുള്ളൂ കേട്ടോ. ഓക്കെ, ഇന്ന് ഞങ്ങൾക്ക് മീൻ കിട്ടിയത് ചെമ്മീനാണ്. ഉച്ചക്കെന്താ? ഒന്നുമില്ലേ? വെണ്ടക്ക പൊരിച്ച, പിന്നെ കറി തക്കാളി ഉണ്ടാക്കാം. അപ്പോൾ ഇന്നല്ല നാളെ എസാപ്പിൻ്റെ സ്കൂളിൽ ആർട്സ് ആണ്. അപ്പോൾ എസക്ക് ഞാൻ ഫോക്ക് ഡാൻസ് പഠിപ്പിച്ചു കൊടുത്തു പോകണു. അല്ല എസ, ഏതാ നമ്മളെ പാട്ട്? അറിയില്ല. താത്തയും കാട്ടിലെ ആണ് ഇന്ന് എസാപ്പിക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കളിച്ചിട്ട് വീഡിയോ എടുക്കും. ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് അല്ലേ? എസാപ്പി സൂപ്പറായി കളിക്കൂലേ? ഓക്കെ, ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എസാപ്പിൻ്റെ ഡാൻസ് ഉണ്ട് അല്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മേക്കപ്പ് ഇടാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്നാലും ഞങ്ങളെ സ്ഥലത്തേക്ക് പോട്ടെ. ഞങ്ങളെ ബെഡ് ഇവിടെയാണ് ഞങ്ങളെ ഏരിയ. ഇതേതാ ഞാൻ മടക്കിയ സ്ഥലമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഏരിയ. എന്നാൽ വരൂ, ഇരിക്കൂ. ഇതെന്താ ഇത് നിർത്തലേക്ക് ഫോണില്ലാതെ പറ്റണില്ല. അപ്പോൾ ഞങ്ങൾ ഇതന്നെയാണ് ഞങ്ങളുടെ പരിപാടി. ഞാൻ എന്തായാലും ഇനി കുറച്ച് നേരം ഫോണിലൊക്കെ ഒന്ന് നോക്കട്ടെ. ഇത് ആരടി? അതെ, കുറച്ച്. അപ്പം ഇനി ഞങ്ങൾ എസാപ്പിക്ക് മേക്കപ്പ് ഇടാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങളുടെ എസാപ്പിൻ്റെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. നടന്നു. എസാപ്പി മാറ്റി നോക്കട്ടെ. എസാപ്പി നോക്കട്ടെ. അവള് ഡാൻസ് കളിക്കാൻ പോവാണ്. പൊട്ടിടണം, പക്ഷെ അവളെ സ്കൂളിലല്ല, ഇവിടെ അല്ല, അതുകൊണ്ട് പൊട്ടിടുന്നില്ല. അപ്പോൾ ഞങ്ങളിനി മൂത്തമ്മാൻ്റെ വീട്ടിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അവിടേക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടി. എൻ്റെ ആപ്പാൻ്റെ വീടാണ്, അങ്ങനെ അവിടെയാണ് മൂത്താപ്പാൻ്റെ വീട്. ഇനി അങ്ങോട്ട് ഞങ്ങൾ പോകണം. അത് അവിടെ നിൽക്കുക. ഇവിടെ രസം, ഇവിടെ കളിക്കും. നമ്മുടെ എസാപ്പി ഡാൻസ് കളിക്കാൻ പോവുകയാണ് അല്ലേ? സൂപ്പറായി കളിക്കൂലേ? അങ്ങനെ ഒരുപാട് ടേക്കിന് ശേഷം ഞങ്ങൾ ഡാൻസ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ വീഡിയോ ഇടാം. ഭയങ്കര മടിയായി. ഓക്കെ, ഇനി ഞങ്ങൾ അപ്പൂസിനെ കാണിച്ചു തരാം. അപ്പൂസ, ഹലോ. അപ്പൂസ നടക്ക്. ഹലോ. ഇപ്പോൾ സമയം 2 മണി. ഞങ്ങൾ ചോറ് തിന്നാണ്. ഇതൊക്കെയാണ് മുരിങ്ങാക്കറി, വെണ്ടക്ക പൊരിച്ചത്, ചെമ്മീൻ റോസ്റ്റ്, പപ്പടം ഒക്കെയാണ് ഇന്ന് കൂട്ടാൻ. അപ്പം ഞാൻ കഴിക്കട്ടെ, ഭയങ്കര വിശപ്പ്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഈവനിങ് ആയി. ഇനി ഞങ്ങൾ എല്ലാവരുടെയും കലാപരിപാടി എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുക. ഇപ്പോൾ ആൾ കുറവാണ്, അപ്പോൾ എല്ലാവരും കൂടി സംസാരിച്ചിരിക്കലാണ് ഞങ്ങളുടെ പണി. ഇനി അങ്ങനെ കുറേ സമയം ഇരിക്കും. അപ്പോൾ ലീന ഡ്രസ്ലെച്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കേക്ക് ബോട്ടിക് ബൈ ഷാലീന. അപ്പോൾ നമുക്ക് ബോട്ടിക്ക് വാ. യോ ഗൈസ്, വെൽക്കം. ഇപ്പോൾ നൈറ്റായി. അങ്ങനെ നമ്മളെ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആബിക്ക് എന്നെ കൊണ്ടുവരാൻ വന്നു. ഞാനിന്ന് അങ്ങോട്ട് പോവുകയാണ്. അമ്മൂന് കുറേ ദിവസമായി പുറത്ത് പോകാൻ പോതി, കാറിലൊക്കെ വെറുതെ പോകാൻ പോതി. അപ്പോൾ ജസ്റ്റ് ഓളെയും കൊണ്ടൊന്ന് ഞങ്ങൾ ഇതിൽ കൂടെ ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാനാണ് പ്ലാൻ. ഇനി അടുത്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും. എസാപ്പിയൊക്കെ ഇവിടെ മാറ്റി റെഡി ആയിരിക്കുകയാണ് അല്ലേ എസാപ്പിയ?
അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ ദിസ് ഈസ് മൈ നോർമൽ ഡേ ഇൻ മൈ ലൈഫ്. എത്രത്തോളം റെഡി ആയിട്ടുണ്ടെന്നൊന്നും അറിയില്ല. ഞാൻ മാക്സിമം എല്ലാം ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും അപ്പോൾ ഇനി കിടക്കാണ്. ഗുഡ് നൈറ്റ്. ഇക്ക ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കിടക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെ എല്ലാം ചെയ്യുക. ഓക്കെ, ബൈ.